PV Anwar MLA രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്നാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാകും പുതിയ കൂട്ടായ്മയുടെ പേര്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പേരും നയപരിപാടികളും വിശദീകരിക്കും. പൊതുസമ്മേളനം നടക്കുന്ന മൈതാനത്ത് ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ, ലോറി ഉടമ മനാഫ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സമ്മേളന നഗരിയിൽ നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പരിപാടിയാണ്. ഇപ്പോഴേ ചില ആളുകളൊക്കെ അവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടിരുന്നു. അൻവർ എന്തു പറയും എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെ വിപിൻ? അതേ രീതിയിൽ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 6 മണിക്കാണ് ഇന്ന് പൊതുസമ്മേളനം നടക്കാനുള്ളത്. പക്ഷേ ഒരു പ്രതികൂല കാലാവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം നിലമ്പൂർ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സ്ഥലം പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് കൂടിയാണ് ഇപ്പോൾ DMK-യുമായി ഒരു സഖ്യം ഉണ്ടാവുകയില്ല എന്ന് DMK-യുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വരുന്നത്. കാരണം അതൊരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കമായിട്ട് വ്യാഖ്യാനിക്കുകയും ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ രാവിലെ നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ PV Anwar കുറെ വ്യക്തമാക്കിയിരുന്നു. അതായത് MK സ്റ്റാലിനെ മാത്രം കണ്ടുകൊണ്ടല്ല താൻ മുന്നോട്ട് പോകുന്നത്, താൻ ഈ മൂവ്മെന്റുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ജനകീയ വിഷയങ്ങളിലും അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയില്ല, മറിച്ച് ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ആയിരിക്കും. കാരണം അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ട് തന്നെ ഈ കൂറുമാറ്റ നിയമ പ്രകാരമുള്ള പ്രതിസന്ധികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 1 ലക്ഷം പേരെയാണ് ഇപ്പോൾ മഞ്ചേരിയിൽ പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് PV Anwar ഈ പരിപാടിയിൽ. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഹാഷ്മി, അജിത് കുമാറിനെതിരെ, P ശശിക്കെതിരെ, പിന്നീട് മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് അൻവർ ഉയർത്തിയ അതിരൂക്ഷ വിമർശനം, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യം, അതിനിടയിൽ ആ വിവാദത്തിൻ്റെ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണിന്ന്. ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലുള്ള പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പിന്നീട് അത് പരിണമിക്കും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. എന്താണ് അൻവറിൻ്റെ മനസ്സിൽ? നീക്കങ്ങൾ എങ്ങനെ, ഹാഷ്മി? ഉറപ്പായും റീത്ത് പറയുന്നത് പോലെ തന്നെ അൻവറിന്റെ ആ പറയുന്ന ഈ എണ്ണി പറയാൻ കഴിയുന്ന അവിടെ മലപ്പുറം എസ്പിയിൽ തുടങ്ങുന്ന വേദിയിൽ തുടങ്ങുന്ന തർക്കത്തിൽ നിന്ന് ഈ പറഞ്ഞ അജിത് കുമാറിലേക്കും ശശിയിലേക്കും പിണറായിയിലേക്കും ഘട്ടം ഘട്ടമായി ഓരോരോ വാർത്താ സമ്മേളനം കൂടെ തെളിവടക്കം പുറത്തുവിട്ടുകൊണ്ട് അൻവർ നടത്തിയ മൂവ്മെന്റിന്റെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് ഉറപ്പായും പറയാം. ഇവിടെ മഞ്ചേരിയിൽ ഇവിടെ പരിപാടിക്കുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയാകുന്നു. റിജിത്ത് ഇവിടെ വേദിയിൽ ആളെടുത്തു 1 ലക്ഷത്തോളം പേരെ അണിനിർത്തും എന്നുള്ളതാണ് PV Anwar ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, PV Anwar ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, PV Anwar കൂടുതൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷ എന്ന് പറഞ്ഞാൽ CPM നേതൃത്വത്തിനെതിരെ അണികളോട് യാതൊരു ശത്രുതയും ഇല്ല എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ തന്നെ CPM നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ ഈ ടൈം എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ മുഖ്യമന്ത്രി എന്നുള്ള ഈ ടൈം പോലും പിണറായി വിജയൻ മാറിയില്ലെങ്കിൽ ഈ ക്യാബിനറ്റ് പൂർത്തിയാക്കില്ല എന്നുവരെ കടത്തി പറയുന്നുണ്ട് PV Anwar. എന്തായാലും DMK-യുമായുള്ള ചില ചർച്ചകളെ പറ്റിയൊക്കെ കേട്ടിരുന്നു. ഇന്നലെ PV Anwar ചെന്നൈയിൽ പോയെന്നത് സത്യമാണ്, സ്റ്റാലിനെ കണ്ടു എന്നുള്ളത് സത്യമാണ്. ചില നീക്കങ്ങൾ PV Anwar എന്ന് പറഞ്ഞാൽ താൽക്കാലികമായല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ കുറച്ച് നീക്കങ്ങൾ, ഒരു പ്ലാനിങ് അവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്തായാലും വെറുതെ പോയി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അതിന് കഴിഞ്ഞ ഒരാഴ്ച കാലമായി അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു അൻവറിന്റെ ക്യാമ്പ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ DMK ഇപ്പോൾ തള്ളിപ്പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് അതിനെ ഈ വേദിയിൽ PV Anwar പറയുക എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് റീത്ത, അൻവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഈ മലബാറിന്റെ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ്. അത് ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാവാത്തതിന് കാരണം അത് അൻവർ അയോഗ്യതാ ഭീഷണി എന്നും നിൽക്കുന്നു. രാവിലെ നമ്മൾ അവിടെ ഒതായിലെ അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. PV Anwar ചോദിക്കുന്നത് MLA എന്ന് പറയുന്ന എൻ്റെ സ്ഥാനം ഞാൻ വലിച്ചെറിയണമെന്നാണ് നിങ്ങൾ പറയുന്നത്. MLA നൽകുന്ന ചില നിയമപരമായ പരിരക്ഷയുണ്ട്, ആ പരിരക്ഷ എനിക്ക് പോരാട്ടത്തിൽ അത്യാവശ്യമായി അനിവാര്യമായി വേണം എന്ന് PV Anwar പറയുന്നുണ്ട്. അപ്പോൾ സാങ്കേതികമായി 5 വർഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച PV Anwar മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്തായാലും പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഇൻ ബ്രാക്കറ്റ് ഫോർ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ പറയുന്ന സാമൂഹ്യ മുന്നേറ്റ കൂട്ടായ്മയുടെ എല്ലാ പോസ്റ്ററുകളാവട്ടെ, അതിന്റെ ഒരുപക്ഷെ പതാക പോലും ആവട്ടെ, DMK-ക്ക് സമാനമായി ബ്ലാക്ക് ആൻഡ് റെഡ്, കറുപ്പും
എന്താണ് കറുപ്പും ചുവപ്പും ആ നിറങ്ങൾ ചേർന്നാണ് അതിൻ്റെ പതാക പോലും പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിന് പി വി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയാൻ കഴിയുന്നു. റീത്ത്, ഇവിടെ വലിയ മഴയുടെ അന്തരീക്ഷം ഇപ്പോഴുണ്ട്. ഇന്നലെയൊക്കെ വലിയ മഴയായിരുന്നു. ആ മഴ ഏത് രീതിയിലാണ് ഈ പറയുന്ന അൻവറിൻ്റെ വലിയ പ്രതീക്ഷയായ ഈ കൂട്ടായ്മയുടെ യോഗത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ അതിനെ ബാധിക്കുക എന്ന കാര്യം പറയാൻ കഴിയില്ല. വലിയ മഴയുടെ അന്തരീക്ഷം ഇപ്പോഴുണ്ട്. എന്തായാലും ഇടയ്ക്ക് അൻവർ പറയുന്നുണ്ടായിരുന്നു ഈ പരിപാടി മാറ്റിവെച്ചു എന്ന്. വിവരങ്ങൾ നൽകുകയായിരുന്നു. സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അൻവറിന്റെ വീടിന് മുമ്പിൽ നിന്നാണ് സമീർ ബിൻ കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, എപ്പോഴാണ് അൻവർ ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കഴിഞ്ഞ തവണ നമ്മൾ കണ്ട അൻവർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അത് വെറും ആൾക്കൂട്ടം എന്നൊക്കെ പ്രതിരോധിക്കുന്നത് CPM നേതാക്കൾ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ പരിപാടി കാണാനെത്തുന്നവരുണ്ടല്ലോ, തനിക്കൊക്കെ അവസരം കിട്ടിയിരുന്നെങ്കിൽ താനും പോയേനെ എന്ന AK ബാലൻ്റെ പ്രതികരണമൊക്കെ അവിടെയുണ്ട്. പക്ഷേ അതിനെ അങ്ങനെയല്ല, അതീവ ഗൗരവത്തോടു കൂടി തന്നെ CPM കാണുന്നുണ്ട്. ഈ പരസ്യ പ്രതിഷേധങ്ങളൊക്കെ അൻവറിനെതിരെ നടക്കുന്ന പശ്ചാത്തലത്തിലും എന്താണ് അൻവറിൻ്റെ മനസ്സിൽ? CPMൻ്റെ പ്രതിരോധം എങ്ങനെ? സമീർ. റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് PV അൻവറിന്റെ ഒതായിലുള്ള വീട്ടിലാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 5:30 മണിക്ക് ശേഷമായിരിക്കും PV അൻവർ നിലവിൽ പരിപാടി നടക്കുന്ന മഞ്ചേരിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നേരത്തെ നിലമ്പൂരിൽ സംഘടിപ്പിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം. നിലമ്പൂരിൽ നേരത്തെ ചന്തക്കുന്നിൽ 6000-ഓളം ആളുകളാണ് പങ്കെടുത്തതെങ്കിൽ മഞ്ചേരിയിൽ 10,000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് PV അൻവറിനുള്ളത്. പറയുമ്പോൾ ഒരു ലക്ഷ്യം പറയുമെങ്കിൽ പോലും ലക്ഷ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആൾക്കൂട്ടം വരും എന്നുള്ളത് തന്നെയാണ് PV അൻവറും കണക്ക് കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി ഈ നിലമ്പൂരിന് അപ്പുറത്തുള്ള ഗൂഡല്ലൂരിൽ നിന്നും ഏതാനും ചില DMK പ്രവർത്തകർ ഈ നിലമ്പൂരിലേക്ക് എത്തുകയും അവരെ വഴിക്കടവിൽ വെച്ച് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ അല്പസമയം മുന്നേ ഉണ്ടായിരുന്നു. ഏതായാലും PV അൻവർ കരുത്ത് കാട്ടുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. കാരണം വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും നിലമ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ PV അൻവറിന്റെ ശക്തി കേന്ദ്രമാണ്. നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെ PV അൻവർ രംഗത്ത് വന്നതിന് ശേഷമാണ് നഗരസഭ LDFിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതിയിൽ എടവണ്ണ പഞ്ചായത്ത്, അങ്ങനെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ നിലമ്പൂരിലും എടവണ്ണയിലുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം തന്നെ അൻവറിന് ശക്തമായ സ്വാധീനമുണ്ട്. പലരും ഇതിലെ ജനപ്രതിനിധികൾ പലരും നിലവിൽ LDFിന്റെ ആളുകളാണെങ്കിൽ പോലും പലരും PV അൻവറിന്റെ അനുയായികളിൽപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലത്തെ കരുത്ത് കാട്ടാൻ കഴിയുമെന്ന് തന്നെയാണ് PV അൻവർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരു മുന്നോടിയായി കൂടിയാണ് നിലവിൽ PV അൻവർ ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഞ്ചേരിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ കാരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സാങ്കേതികമായി പൊളിറ്റിക്കൽ പാർട്ടി പ്രഖ്യാപിക്കുന്ന സാമൂഹികമായുള്ള അല്ലെങ്കിൽ സാമൂഹിക സംഘടനയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി തന്നെയായിരിക്കും ഇത് മാറുക എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഉറപ്പ് തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദിയിൽ 10ഓളം കസേരകൾ നിരത്തിയിട്ടുണ്ട്. പ്രധാനമായും നിലമ്പൂരിൽ അൻവറിന് മാത്രമായിരുന്നു നിൽക്കാനും സംസാരിക്കാനുമുള്ള ഒരു സ്പേസ് മാത്രമായിരുന്നു നിലമ്പൂരിലെ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മഞ്ചേരിയിലെ വേദിയിൽ 10ഓളം ചെയറുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയായിരിക്കും ഈ പരിപാടിയിൽ? സമയപരിമിതി കൊണ്ടൊന്ന് ഇടപെടുകയാണ്. അൻവറിന്റെ പരിപാടിയിൽ അൻവറിന് എത്രത്തോളം കരുത്ത് കാട്ടാൻ കഴിയും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആ സമ്മേളനം നടക്കുന്ന പരിപാടി നടക്കുന്ന ഇടത്തു നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമും ഒപ്പം വിപിൻ സി വിജയനും. അൻവറിന്റെ വീടിന് മുമ്പിൽ നിന്ന് സമീർ ബിൻ കരീം.